അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 2023 നടന്ന വാർഷിക പരീക്ഷയിലെ 6ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാവുന്ന രൂപവും കൂടി ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് ചോദ്യപേപ്പറിലെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നോക്കാം. ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം നുകമ്മിലു ബി അദദിൻ മുനാസിബിൻ, യോജിച്ച എണ്ണം പൂരിപ്പിക്കുക. ഇവിടെ ബ്രാക്കറ്റിൽ ചില എണ്ണങ്ങൾ നൽകിയിട്ടുണ്ട്. ആ എണ്ണങ്ങൾ കലിമത്തിലാണുള്ളത്. ആ കലിമത്തിലുള്ള എണ്ണങ്ങളെ താഴെ കൊടുത്ത വിഷയങ്ങളിലേക്ക് ചേർത്തെഴുതണം. നമുക്കതിൻ്റെ ഉത്തരങ്ങളടങ്ങിയ രൂപം തന്നെ നോക്കാം. ചോദ്യം 1. ഫിൽ മദ്റസതി 17 ഫസ്ലൻ. 2. ഫിൽ ബുസ്താനി 16 ഷജറതൻ. ചോദ്യം 3. ഇൻദ ഉമ്മി 30 ഖിലാദ. ചോദ്യം 4. ഫി ഫസ്ലി 15 വർദൻ. ചോദ്യം 5. അസ്സനതു 12 ഷഹ്റൻ. ചോദ്യം 6. അന ത്വാലിബുൻ ഉംരി 13 ആമൻ. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം നുകമ്മിലു അൽ ജദ്വല. ഇവിടെയുള്ള കോളങ്ങൾ പൂർത്തിയാക്കണം. നമുക്ക് നോക്കാം ഓരോന്നും. ചോദ്യം 1. ലിയജിലിസ്. അതിൻ്റെ പൂർണ്ണമായ രൂപമാണ് ലിയജിലിസ, ലിയജിലിസു, ലിതജിലിസ്, ലിതജിലിസ, ലിയജിലിസ്ന. ചോദ്യം 2. ലാ തക്ദിബ്. ലാ തക്ദിബ്, ലാ തക്ദിബ, ലാ തക്ദിബു, ലാ തക്ദിബി, ലാ തക്ദിബ, ലാ തക്ദിബിന. ചോദ്യം 3. ബിഅ. ബിഅ, ബിഅ, ബിഉ, ബിഇ, ബിഅ, ബിഅന. ഇങ്ങനെയാണ് ഈ പട്ടിക പൂർത്തിയാക്കേണ്ടത്. അഥവാ സർഫിൻ്റെ രൂപം ക്രമത്തിലായി എഴുതുക എന്നതാണ്. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം നക്തുബുൽ മജ്ഹൂല ലിൽ അഫ്ആലിൽ ആത്തിയ. താഴെ കൊടുത്ത ഫീലുകൾക്ക് മജ്ഹൂലിനെ എഴുതുക. ഇവിടെ മുസ്ബത്താണ് എഴുതിയിട്ടുള്ളത്. ഈ മുസ്ബത്തിന് മജ്ഹൂൽ നൽകണം. നോക്കാം. ചോദ്യം 1. ലറബ. അതിൻ്റെ മജ്ഹൂലാണ് ളുരിബ. യളിരിബു, യുളറബു. ബാഅ, ബീഅ, യബീഉ, യുബാഉ. അകല, ഉകില, യഅ്കുലു, യുഅ്കലു. ഖാല, ഖീല, യഖൂലു, യുഖാലു. ഇങ്ങനെയാണ് ഒരു മുസ്ബത്തായ ഒരു മഅറൂഫിനെ മജ്ഹൂലാക്കേണ്ടത്. മഅറൂഫായ ഒരു ഫിഅലിനെ മജ്ഹൂലാക്കാൻ ഇവിടെ നൽകിയിട്ടുള്ളത്. ആ മജ്ഹൂല് ഏതാണ് എന്നാണ് ഇവിടെ എഴുതേണ്ടത്. ഇവിടെ ഓരോ മഅറൂഫ് പദത്തിനെയും മജ്ഹൂലാക്കിയിട്ടാണ് ഉത്തരം നൽകിയിട്ടുള്ളത്. നമുക്ക് ചോദ്യത്തിൻ്റെ അടുത്ത ഭാഗം നോക്കാം. നുതമ്മിമു, പൂരിപ്പിക്കാം എന്നതാണ്. ചോദ്യം 1. അദാത്തുൻ നഫി ഫിൽ മാളി ഹർഫു മാ ഫി അവ്വലിൽ ഫിഅലി. ചോദ്യം 2. ഇദാ ദഖല ഹർഫു ലാ ഫി അവ്വലിൽ ഫിഅലിൽ മുളാരിഇ യകൂനു മൻഫിയൻ വ ഇല്ലാ യകൂനു മുസ്ബതൻ. ചോദ്യം 3. അൽ ജുംലത്തുല്ലത്തി തുബ്ദഉ ബി ഇസ്മിൻ തുസമ്മ ജുംലത്തൻ ഇസ്മിയ.
ചോദ്യത്തിൻ്റെ 5-ാമത്തെ ഭാഗം നുജീബ് ഉത്തരം നൽകാം എന്നതാണ്. ചോദ്യം 1, കൈഫ യുൻഷഉ നഹിയുൽ ഗായിബി. നഹിയുൽ ഗായിബിനെ എങ്ങനെയാണ് എടുക്കൽ? ഉത്തരം ബിവളഇ ലാ ഫി അവ്വലിഹി വബിജസ്മി ആഖിരിഹി. ആദ്യത്തിൽ ലാ ചേർക്കലും അവസാനത്തിൽ ജസ്മ് ചെയ്യലുമാണ്. ചോദ്യം 2, അന്നഹിയു നൗആനി മാഹുമ. നഹി 2 വിധമാണ്, അവ ഏവ? ഉത്തരം നഹിയു ഹാളിറുൻ, നഹിയു ഗായിബുൻ. ചോദ്യത്തിൻ്റെ 6-ാമത്തെ ഭാഗം നുകമ്മിൽ, നമുക്ക് പൂരിപ്പിക്കാം എന്നുള്ളതാണ്. ചോദ്യം 1, അന്നഅതു യത്ബഉ അൽ മൻഊത ഫി തദ്കീരി വത്തഅനീസി വൽ ഇഫ്റാദി വൽ ജംഇ വൽ ഇഅറാബി വത്തൻകീരി വത്തഅരീഫി. ഇതാണ് വിട്ട ഭാഗത്ത് പൂരിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇതിനെ പൂർത്തിയാക്കേണ്ടത്. അന്നഅതു യത്ബഉൽ മൻഊത ഫി തദ്കീരി വത്തഅനീസി വൽ ഇഫ്റാദി വൽ ജംഇ വൽ ഇഅറാബി വത്തൻകീരി വത്തഅരീഫി. ചോദ്യത്തിൻ്റെ 7-ാമത്തെ ഭാഗം നുമയ്യിസുൻ നഅത വൽ മൻഊത മിമ്മ യഅതി. താഴെ കൊടുത്തതിൽ നഅത്ത് ഏതാണ് മൻഊത്ത് ഏതാണ് എന്ന് വേർതിരിച്ചെഴുതണം. ഉദാഹരണത്തിൽ നിന്നാണ് നമ്മൾ വേർതിരിച്ചെഴുതേണ്ടത്. ചോദ്യം 1, മദാരിസു അദീദ. ഇതിൽ മദാരിസ് എന്നത് മൻഊത്തും അദീദ എന്നുള്ളത് നഅത്തുമാണ്. സല്ലംതു അല ബിൻതൈനി സഗീറതൈനി. ഇവിടെ ബിൻതൈനി എന്നുള്ളത് മൻഊത്താണ്, സഗീറതൈനി എന്നുള്ളത് നഅത്താണ്. ചോദ്യം 3, അർറജുലുൽ മുഅ്മിനു ലാ യക്ദിബു. ഇവിടെ അർറജുലു എന്നുള്ളത് മൻഊത്താണ്, അൽ മുഅ്മിനു എന്നുള്ളത് നഅത്താണ്. ചോദ്യം 4, ഹാദാ ഖലമുൻ ജദീദ്. ഇവിടെ ഖലമു എന്നുള്ളത് മൻഊത്താണ്, ജദീദ് എന്നുള്ളത് നഅത്താണ്. ചോദ്യത്തിൻ്റെ 8-ാമത്തെ ഭാഗം നുതർജിമു, പരിഭാഷപ്പെടുത്താം എന്നതാണ്. ചോദ്യം 1, ഇംതല അൽ മാഉ ഫിൽ ബിഇരി ബിൽ മതരി ഷദീദ്. അതിൻ്റെ അർത്ഥമാണ് ശക്തമായ മഴ കൊണ്ട് കിണറിൽ വെള്ളം നിറഞ്ഞു. ശക്തമായ മഴ കൊണ്ട് കിണറിൽ വെള്ളം നിറഞ്ഞു. ചോദ്യം 2, ലിയദുറുസ് കുല്ലു ത്വാലിബിൻ ദർസഹു. എല്ലാ വിദ്യാർത്ഥികളും അവരുടെ പാഠം പഠിക്കട്ടെ. എല്ലാ വിദ്യാർത്ഥികളും അവരുടെ പാഠം പഠിക്കട്ടെ. നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിൽ നല്ല മാർക്കോടുകൂടി ഉന്നത വിജയം കൈവരിക്കുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.